രാജ്യതലസ്ഥാനത്ത് ഒടുവിൽ പാറ്റകൾ വിജയം കണ്ടു. CJPയും പ്രതിപക്ഷവും സമരം ശക്തമാക്കിയതിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ഇന്ന് ഉച്ചയോടെയാണ് രാജി പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് രാജിക്കത്ത് നൽകിയതും. 2014 മെയ് 26-ന് നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം ഇതാദ്യമായാണ് രാജ്യം ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞുപോയ 12.25 വർഷത്തിനിടെ ഒരിക്കൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹം നേതൃത്വം നൽകിയ ഭരണകൂടങ്ങളും ഇതുപോലൊരു സമരത്തിനു മുന്നിൽ മുട്ടുകുത്തിയിട്ടില്ല. 2020-ൽ നടന്ന കർഷക സമരത്തിൽ നന്നായി വിറച്ചിട്ടുണ്ട്. പൗരത്വ സമരത്തിൽ അലോസരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സമ്പൂർണ്ണ കീഴടങ്ങൽ ഇതാദ്യമായാണ്. മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ ജനാധിപത്യമാണ് ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ടതെന്ന് സ്വതന്ത്ര നിരീക്ഷകരൊന്നാകെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കെയാണ് പാറ്റകളുടെ ജനാധിപത്യ സമരം ഭരണകൂടത്തെ അടിയറവ് പറയിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് CJP ആഹ്വാനം ചെയ്തിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ ഡൽഹി സമരക്കാരെ കൊണ്ട് നിറയുമെന്നും ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. നാളെ വൈകിട്ട് 6 മണിക്ക് രാജ്യവ്യാപകമായി മെഴുകുതിരി കത്തിച്ച് മാർച്ച് സംഘടിപ്പിക്കുമെന്നും 24 മണിക്കൂറിനുള്ളിൽ പാർലമെന്റ് മാർച്ച് പുനരാരംഭിക്കുമെന്നും CJP വ്യക്തമാക്കി. പിന്നാലെയാണ് രാജി. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കില്ല എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകൾ. പ്രധാനെ മാറ്റുന്നത് കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വിലയിരുത്തൽ. ഉത്തരവാദിത്വം നല്ല നിലയിൽ പൂർത്തിയാക്കി എന്നായിരുന്നു രാജിക്ക് പിന്നാലെ ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രതികരണം. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു. യുവാക്കളാണ് ഇന്ത്യയുടെ ശക്തിയെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ ഐക്യം നിലനിർത്താനാണ് രാജി എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ജനാധിപത്യ സംവിധാനത്തിൽ ആരും ഭയപ്പെടേണ്ടതില്ലെന്ന സന്ദേശമാണ് ഇത് എന്നായിരുന്നു CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെയുടെ പ്രതികരണം. ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടക്കം മുതൽ ഒടുക്കം വരെ CJP സമരത്തിന്റെ ആവശ്യം വ്യക്തവും കൃത്യവുമായിരുന്നു. ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്ത അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ജീവനൊടുക്കിയ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം നൽകണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണം. മറ്റാവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഗത്യന്തരമില്ലാതെ സമ്മതിച്ചപ്പോഴും ധർമ്മേന്ദ്ര പ്രധാനെ തൊടാനാകില്ലെന്ന നിലപാടിൽ കേന്ദ്രം ഉറച്ചുനിന്നു. ഒരു വേള CJP സമരത്തിന് കരുത്തു പകർന്ന 1 മാസത്തോളം നിരാഹാര സമരം നടത്തിയ സോനം വാങ്ചുക്കിനെ കൊണ്ടുപോലും പ്രധാന്റെ രാജിയല്ല പ്രധാനം എന്ന് പറയിപ്പിക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞു. പക്ഷേ CJP നേതൃത്വം കടുകിട വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല. പ്രധാന്റെ രാജിയിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കേണ്ടെന്ന് ഓരോ ചർച്ചയിലും CJP വക്താക്കൾ വ്യക്തമാക്കി. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. CJPക്കിടയിൽ ഭിന്നതയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വന്നെങ്കിലും പ്രധാന സമരാവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് നേതൃത്വം ഉറച്ചു നിന്നതോടെ ഏറ്റവും വിശ്വസ്തനായ ധർമ്മേന്ദ്ര പ്രധാനെ മോദിക്കും അമിത്ഷായ്ക്കും കൈവിടേണ്ടി വന്നു.